പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വചനങ്ങൾ നാം ശ്രവിക്കുകയാണ്. മർത്തായും മേരിയും അവരുടെ ഭവനത്തിൽ യേശുവെത്തി. മർത്ത പലവിധ ജോലികളിൽ വ്യാപൃതയാണ്. യേശുവിന് വേണ്ടി വലിയ വിരുന്നൊരുക്കാനുള്ള ശ്രമത്തിലാണ് മർത്ത. മറിയം യേശുവിൻ്റെ അടുത്തിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു വീട്ടിൽ രണ്ട് സ്ത്രീകളുണ്ടെങ്കിൽ ഒരാൾ ജോലികൾ മുഴുവൻ ചെയ്യുന്നു, മറ്റേ വ്യക്തി വിരുന്നുകാരനുമായിട്ട് വാചകമടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ആൾക്കുണ്ടാകുന്ന വികാരങ്ങൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും. ഇത് മർത്ത യേശുവിൻ്റെ അടുത്ത് വന്ന് അവിടുത്തോട് പരാതിപ്പെടുകയാണ്. ഇവൾ എന്നെ തനിച്ചാക്കി, ജോലികളെല്ലാം ചെയ്ത് ഒരുപക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ നേരം കിട്ടുന്നില്ല, എൻ്റെ സഹോദരി കൂടി വന്ന് എന്നെ സഹായിച്ചാൽ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് നിന്നെ ശ്രവിക്കാൻ എനിക്ക് കൂടി വരാനാകും. പക്ഷെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പറയുന്നു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടില്ല. അപ്പൊ മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം എന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ വചനം ശ്രവിക്കുക എന്നുള്ളതാണ്. ഓർക്കുക, വചനം ശ്രവിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാര്യമാണ്, ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗമാണ് എന്ന് ഈശോ തന്നെ വ്യക്തമാക്കുന്നു. പലവിധത്തിലുള്ള ജോലികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ഭവനത്തിൽ വന്ന് യേശുവിൻ്റെ വചനം കേൾക്കുന്നത് ജീവിതത്തിലെ ഒരു നല്ല കാര്യമാണ്, നല്ല ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ജീവിതത്തിൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നമുക്കറിയാം, ഈ 3 ദിവസത്തെ ധ്യാനം കൊണ്ട് ഒത്തിരിയേറെ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അധികം സമയം വേണ്ട. നമ്മുടെ ജീവിതങ്ങളെ സമ്പൂർണമായി തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആ ജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുക കൂദാശകളിലൂടെയാണ്. വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുംഭസാരത്തിലൂടെ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. അപ്പവും വീഞ്ഞും അവിടുത്തെ ശരീരരക്തങ്ങളായി മാറുന്നു. നമ്മുടെ മുഴുവൻ പാപങ്ങളും അവിടുന്ന് ഏറ്റെടുക്കുന്നു, അവിടുന്ന് മോചിക്കുന്നു. ഒരുപക്ഷെ ഈ ലോകത്തുള്ള, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഐകകണ്ഠ്യേന പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മുടെ പാപങ്ങൾക്ക് മോചനമുണ്ടാവില്ല. അതേസമയം ദൈവം നൽകിയ അധികാരം ഉപയോഗിച്ച്, പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ഒരു പുരോഹിതൻ നിന്റെ സകല പാപങ്ങളും മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവനാമത്തിൽ പറയുമ്പോഴോ നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ കുംഭസാരം എന്ന ശുശ്രൂഷ. ഈ വിശുദ്ധ കുംഭസാരത്തിലേക്ക് നാം കടന്നു വരുന്നത് നാളത്തെ ദിവസമാണ്. എങ്കിൽ പോലും എന്താണ് ഈ കൂദാശയെന്നും എപ്രകാരമാണ് ഈ കൂദാശ സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ കൂദാശ ഒരുക്കത്തോടെ സ്വീകരിക്കാനാകും. ഇപ്പോൾ മുതൽ നമുക്ക് ഒരുങ്ങാനാകും. നാളെ ഈ സമയത്ത് 3 മുതൽ 4 വരെയാകും കുംഭസാരം എന്ന കൂദാശ നമുക്കായി ഒരുക്കിയിരിക്കുക. പക്ഷെ ഇപ്പോൾ മുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും കുംഭസാരത്തിന് ഒരുങ്ങുവാനും ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ കുംഭസാരത്തെ കുറിച്ചുള്ള ഏതാനും ചിന്തകൾ ഇവിടെ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു അത്ഭുതമാണ് കുംഭസാരം എന്ന കൂദാശ, അനുരഞ്ജന കൂദാശ. പക്ഷെ ഈ കൂദാശയെ കുറിച്ച് പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട്. ഒരുപക്ഷെ പല പ്രാവശ്യം ഈ കൂദാശ സ്വീകരിച്ചിട്ടുള്ള നമുക്ക് പോലും ചിലപ്പോഴെങ്കിലും ചില സംശയങ്ങൾ തോന്നാം. ഉദാഹരണം പറഞ്ഞാല്, സാധാരണഗതിയിൽ തോന്നാൻ സാധ്യതയുള്ള ഒരു സംശയം, എന്തിനാണ് ഒരു വൈദികനോട് പോയി പറയുന്നത്, മൂന്നാമതൊരു വ്യക്തിയോട് പറയുന്നത്? നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരെ? പലരുടെയും വലിയൊരു സംശയം ഇത്. ഒരിക്കലും ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛൻ ഞാൻ കുമ്പസാരിച്ചിട്ട് 10 വർഷങ്ങളായി, പക്ഷെ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും, എന്റെ പാപങ്ങളെല്ലാം ഞാൻ നേരിട്ട് ദൈവത്തോടാ പറയുന്നത്.
ഞാൻ അവനോട് ചോദിച്ചു, നീ നിന്റെ പാപങ്ങൾ ദൈവത്തോട് നേരിട്ട് പറയുകയാണെങ്കിൽ നീ എന്തിനാണ് അച്ഛന്റെ മുൻപിൽ പോയി കൈനീട്ടുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു കുമ്പസാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ ഇടയിലുണ്ട്. എന്തിനാണ് മൂന്നാമതൊരാളോട്? നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ന്യൂയോർക്കിലുള്ള, ലണ്ടനിലുള്ള, ഗൾഫിലുള്ള മക്കളോട് സംസാരിക്കാറില്ലേ നേരിട്ട്? എന്ന് പറയുന്നത് പോലെ തമ്പുരാനോട് നേരിട്ടൊരു ബന്ധം. ഇത് പലരുടെയും ഒരു ചിന്തയാണ്. ഇനി രണ്ടാമത്തെ ഒരു സംശയം എന്തെന്ന് വെച്ചാൽ, അറിയുന്ന അച്ഛന്റെ അടുത്ത് എങ്ങനെയാണ് പോയി പാപങ്ങൾ ഏറ്റുപറയുന്നത്? അറിയുന്ന അച്ഛന്റെ അടുത്ത് നിങ്ങൾ പലരും, എൻ്റെ അമ്മയെ നിങ്ങൾ പലരും അറിയും. ഒരിക്കലും അമ്മ തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. ഞാൻ ചോദിച്ചു, പള്ളിയിലെ കൊച്ചച്ഛനെ പരിചയപ്പെട്ടോ? ഉടനെ പറഞ്ഞു, പരിചയപ്പെട്ടില്ല. എന്തേ? ഇതുവരെ പരിചയപ്പെടാത്ത 2-3 മാസം അച്ഛൻ വന്നിട്ട്. ഉടനെ പറയുക, രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കുമ്പസാരിച്ചിട്ട് പരിചയപ്പെട്ട എളുപ്പമുണ്ടല്ലോ. കാരണം പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ കുമ്പസാരിക്കുക? ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലവരായ ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ള കുറെ സന്ദേഹങ്ങളുണ്ട്. അറിയുന്ന അച്ഛൻ്റെ അടുത്ത്, ഞാൻ മാതൃദീപ്തി പ്രസിഡന്റ് അല്ലേ, ഞാൻ സെക്രട്ടറി അല്ലേ, അച്ഛനെന്നെ അറിയും. പക്ഷെ എൻ്റെ ജീവിതത്തിന്റെ കഥകളൊക്കെ ഈ രീതിയിലാണെന്ന് അച്ഛൻ മനസ്സിലാക്കിയാൽ ഇനി വികാരിയച്ഛന്റെ നേരെ നോക്കാൻ പറ്റുമോ? അച്ഛന്റെ അടുത്ത് കുമ്പസാരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പെരുന്നാൾ വരട്ടെ, അറിയില്ലാത്ത അച്ഛന്മാര് വരും. അല്പം പ്രായം ചെന്നിയ അച്ഛനാണ്, ചെവി അല്പം പതുക്കിയാണ്, ചെണ്ട കൊട്ടുന്ന സമയം കൂടെ ആണെങ്കിലോ വളരെ സൗകര്യം. ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇനി മറ്റൊരു സംശയം എന്താണെന്നറിയാം. നമുക്കറിയാം, സാധാരണഗതിയിൽ നാം ഒരു കുമ്പസാരത്തിൽ പറയുന്ന അതേ പാപങ്ങൾ തന്നെയാണ് അടുത്ത കുമ്പസാരത്തിലും ആവർത്തിക്കുന്നത്. അപ്പോൾ ഒരു കുമ്പസാരത്തിൽ പറഞ്ഞ അതേ പാപങ്ങൾ അടുത്ത കുമ്പസാരത്തിൽ ആവർത്തിക്കുന്നു. ഞാൻ കുമ്പസാരിച്ചിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. പഴയ തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മരുമകളുമായിട്ട് ഉടക്കുണ്ടാക്കുന്നയാള് അടുത്ത കുമ്പസാരത്തിലും അത് തന്നെ പറയാനുള്ളൂ. ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്നയാൾക്ക് അടുത്ത കുമ്പസാരത്തിലും അത് തന്നെ പറയാനുള്ളൂ. ഒരിക്കൽ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞ അതേ പാപങ്ങൾ വീണ്ടും നാം ചെയ്യുന്നു. അപ്പോൾ കുമ്പസാരം കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, പിന്നെ എന്തിനാ കുമ്പസാരിക്കുന്നത്? ചിലരുടെയെങ്കിലും ഒരു സംശയമാണ്. മറ്റു ചിലരുടെ ഒരു സംശയം, ഒരു അയൽപ്പക്കക്കാരുമായിട്ട് താരതമ്യം ചെയ്യും. അവനും അവളും എല്ലാ ആഴ്ചയും കുമ്പസാരവും കുർബാനയുണ്ട്, എന്നിട്ടും അവരുടെ വീട്ടിൽ തമ്മിത്തല്ലും പടയാ. എന്റെ വീട്ടിൽ അത്രയും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ എന്നും കുമ്പസാരിക്കുന്ന അവരാണോ, വല്ലപ്പോഴും കുമ്പസാരിക്കുന്ന ഞാനാണോ മെച്ചം? ആരാ മെച്ചം? വല്ലപ്പോഴും കുമ്പസാരിക്കുന്നത് ഞാനല്ലേ. പിന്നെ എന്തിനാ എന്നും പോയി കുമ്പസാരിക്കണത്? ഇനി മറ്റു ചിലര് ചിന്തിക്കും, കൗൺസിലിംഗ് പോരെ, എന്തിനാ കുമ്പസാരം? കൗൺസിലിംഗിൽ പാപമോചനമില്ല, കുമ്പസാരത്തിലെ പാപമോചനമുള്ളൂ. കുമ്പസാരവും കൗൺസിലിംഗും തമ്മിലുള്ള വ്യത്യാസമാണത്. നല്ല കൗൺസിലേഴ്സ് ആണെങ്കിൽ, ക്രിസ്ത്യൻ കൗൺസിലേഴ്സ് ആണെങ്കിൽ, കൗൺസിലിംഗിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുമ്പസാരത്തിൽ ഏറ്റുപറയാൻ കൗൺസിലിങ്ങിന് വന്നയാൾ പ്രോത്സാഹിപ്പിക്കും, നല്ലൊരു കൗൺസിലർ ആണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ചില സംശയങ്ങൾ കുമ്പസാരം എന്ന കൂദാശയിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂദാശയുടെ പ്രാധാന്യം എന്തെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. എന്താണ് കുമ്പസാരത്തിന്റെ പ്രാധാന്യം? നമുക്കൊരു കാര്യം അറിയാം, പാപം എപ്പോഴും ദൈവത്തിന് എതിരെ ഉള്ള ഒരു പ്രവൃത്തിയാണ് ഒന്നാമതായി. അതിനാൽ തന്നെ പാപമോചനം നൽകാൻ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. വേറെ ഒരു മനുഷ്യനും അധികാരമില്ല. ഈശോ ദൈവമാണ്. അതുകൊണ്ട് ഈശോയ്ക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേജുകളിൽ പല പ്രാവശ്യം നാം കാണുന്നുണ്ട് ഈശോ പാപമോചകനാണെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വചനം, അവിടെ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ മാലാഖ യോസേപ്പിനോട് പറയുന്നു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അപ്പോൾ യേശു എന്ന വാക്കിന്റെ തന്നെ അർത്ഥം
യഹോവ രക്ഷിക്കുന്നു. എന്തിൽ നിന്ന്? പാപത്തിൽ നിന്ന്. യേശു പാപമോചകനാണെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും യേശുവിന് അനേക നൂറ്റാണ്ടുകൾ മുൻപ് യേശയ്യ പ്രവാചകനിലൂടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. യേശയ്യ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, 53 അധ്യായത്തിൽ സഹനദാസനെ കുറിച്ച് പരാമർശനമുണ്ട്. അവിടെ പറയുന്നു, 53 അധ്യായം 4 വചനം, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. 5 വചനം പറയും, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന് മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അപ്പൊ എന്തുകൊണ്ടാണ് യേശു കുരിശിൽ മരിച്ചത് എന്ന് യേശുവിന് 750 വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകൻ എഴുതി വച്ചിരിക്കുകയാണ്. നമ്മുടെ പാപത്തിനുള്ള ശിക്ഷയാണ് യേശു ഏറ്റുവാങ്ങിയത്. യേശു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പാപമോചനം നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ സ്തുതി. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 29 വചനം. ഈ വചനത്തിൽ നാം കാണുന്നു, യോർദാന്റെ കരയിൽ നിൽക്കുന്ന സ്നാപക യോഹന്നാൻ ഈശോ തന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കാണുമ്പോൾ യേശുവിനെ കുറിച്ച് തന്റെ ചുറ്റുമുള്ള യഹൂദരോട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്തുകൊണ്ടാ യോഹന്നാൻ പ്രകാരം പറഞ്ഞത്? യഹൂദരുടെ പാപ പരിഹാര ദിനത്തിൽ അവർ ഊനമറ്റ ഒരു കുഞ്ഞാടിനെ, 1 വയസ്സുള്ള മുട്ടാടിനെ കൊണ്ടുവരും. ഈ ആടിന്റെ കഴുത്തിൽ ഒരു ഫലകം കെട്ടിത്തൂക്കും. ഈ ഫലകത്തിൽ എഴുതി വച്ചിരിക്കുക ഇസ്രായേൽ ജനതയുടെ പാപങ്ങളാണ്. അതിനുശേഷം ഈ ആടിനെ ഇവർ മരുഭൂമിയിലേക്ക് അയക്കും. മരുഭൂമിയിലേക്ക് ആടുമായി പോകുന്നയാള് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഗർത്തത്തിൽ ഈ ആടിനെ തള്ളിയിടും. അതല്ലെങ്കിൽ അതിനെ അവിടെ ഉപേക്ഷിച്ചു പോരും. ഏതെങ്കിലും ഒരു കാട്ടുമൃഗത്തിന് അതിരയായി തീരും. ആടിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്നയാൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം. എന്ത് കാര്യം? ഈ ആട് പിന്നീട് ഒരു കാലത്തും നാട്ടിലേക്ക് തിരിച്ചു വരില്ല. യഹൂദ ജനതയുടെ വിശ്വാസം എന്താണ്? തങ്ങളുടെ പാവഭാരം മുഴുവനും ഈ ആട് ഏറ്റെടുത്തു. അതാണ് അവരുടെ വിശ്വാസം. ഈ യാഥാർത്ഥ്യം സ്നാപക യോഹന്നാൻ അറിയാം, അദ്ദേഹത്തെ കേൾക്കുന്ന യഹൂദന്മാർക്കറിയാം. അതുകൊണ്ടാണ് യേശുവിനെ കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വേറെ ആടുകളുടെ ആവശ്യം നമുക്കില്ല. വീണ്ടും യോഹന്നാന്റെ 1 ലേഖനം 1 അധ്യായം 7 വചനം, 7 വചനത്തിന്റെ 2 ഭാഗം. അവിടെ പറയുന്നു, യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തം സകല പാപത്തിൽ നിന്നും ഇതാ നമുക്ക് മോചനം നൽകുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരികയും ചെയ്യുന്നത്. വീണ്ടും യോഹന്നാന്റെ 1 ലേഖനം 2 അധ്യായം 1 വചനം. അവിടെ എന്താ പറയുക? കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നദ്ധയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ സകല പാപത്തിനും പരിഹാര ബലിയാണ്. വചനം ഉറപ്പ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പാപമോചകനാണ്. ഇനി വീണ്ടും യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് അനേകരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ട്. ആരുടെയൊക്കെ പാപമാണ് ഈശോ ക്ഷമിക്കുക? തളർവാദ രോഗിയുടെ പാപം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ പാപം, സക്കേവൂസിന്റെ പാപം, ഇങ്ങനെ അനേകരുടെ പാപങ്ങൾ മോചിക്കുന്ന യേശുവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. വീണ്ടും പാപം മോചിക്കാൻ
തനിക്ക് മാത്രമുള്ള ഈ അധികാരം ഈശോ തന്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാമത്തെ വചനം. അവിടെ എന്തു പറയും? ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. പാപം മോചിക്കാൻ തനിക്ക് മാത്രമുള്ള ഈ അധികാരം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്നു. ശിഷ്യന്മാർക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഭയ്ക്ക് ഏൽപ്പിച്ചു, സഭയ്ക്ക് കൈമാറി എന്ന് തന്നെയാണ്. അതുകൊണ്ട് സഭയുടെ ആരംഭം മുതൽ ഈ പാപമോചന അധികാരം സഭയിൽ നിലവിലിരുന്നു. ആദ്യകാലത്ത് ഇന്നത്തെ രീതിയിലുള്ള കുമ്പസാരമായിരുന്നില്ല, അത് പരസ്യ കുമ്പസാരമാണ്. ഈ സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ ഈ സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച വ്യക്തി അവിടെ വന്ന് ആ സമൂഹത്തിന്റെ മുൻപിലും സമൂഹത്തിന്റെ അധ്യക്ഷന്റെ മുൻപിലും പരസ്യമായി തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ഒരു പതിവായിരുന്നു പഴയ കാലത്ത്. പിന്നീട് സഭാ സമൂഹം വളർന്നപ്പോൾ ആ പതിവ് അതുപോലെ തുടർന്നുകൊണ്ട് പോകാൻ പ്രായോഗികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അതുകൊണ്ട് സഭയ്ക്ക് ലഭിച്ച ഈ അധികാരം എങ്ങനെ ഉപയോഗപ്പെടുത്തണം, വിനിയോഗിക്കണം, അതിനെക്കുറിച്ചുള്ള ചിന്തകളും പഠനങ്ങളും ഒക്കെ വന്നു. അതിന്റെ വെളിച്ചത്തിലാണ് ഇന്നത്തെ രീതിയിലുള്ള രഹസ്യ കുമ്പസാരം നിലവിൽ വരുന്നത്. ഇനി രഹസ്യ കുമ്പസാരത്തിൽ പുരോഹിതനോട് ഏറ്റുപറയുന്നത്. എന്തുകൊണ്ട് പുരോഹിതനോട് ഏറ്റുപറയണം? പുരോഹിതനോട് ഏറ്റുപറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഈ പുരോഹിതൻ യേശുവിന്റെ പ്രതിനിധിയാണ്. യേശുവിനോട് നേരിട്ട് മുഖത്തോട് മുഖം നോക്കി എനിക്ക് ഏറ്റുപറയാനാവില്ല. അതുകൊണ്ട് ഇതാ യേശുവിന്റെ പ്രതിനിധിയായ പുരോഹിതന്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയുന്നു. രണ്ടാമതായി, ഈ പുരോഹിതൻ ഈ സമൂഹത്തിൽ നിന്നെടുക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ സമൂഹത്തോട് മുഴുവൻ പറയുന്നതിന് പകരം ഞാൻ ആരോട് പറയുന്നു? സമൂഹത്തിന്റെ പ്രതിനിധിയായ ആ വ്യക്തിയോട് പറയുന്നു. അങ്ങനെ പുരോഹിതന് 2 തരത്തിലുള്ള പ്രാതിനിധ്യങ്ങള്, പ്രതീകാത്മകത ഒന്നിച്ചു വരുന്നു. അദ്ദേഹം സമൂഹത്തിന്റെ പ്രതിനിധിയാണ്, ഈശോയുടെ പ്രതിനിധിയാണ്. ആ പുരോഹിതനോട് ഏറ്റുപറയുന്ന ഇന്നത്തെ രീതിയിലുള്ള രഹസ്യ കുമ്പസാരം സഭയിൽ നിലവിൽ വന്നു. ഇത് കുമ്പസാരത്തിന്റെ ഒരു ചെറിയ ചരിത്രമാണ്. ഇനി നാം ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക? ഒരുപക്ഷെ ഈ ധ്യാനത്തിൽ ഇവിടെ വന്ന് പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാൻ സാധിച്ചു എന്നുള്ള വസ്തുതയാകാം. നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വചനം പറയുന്നുണ്ടല്ലോ, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വചനം, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, ദൈവം നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ സ്തുതി. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറും. ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ പല കെട്ടുകളും അഴിഞ്ഞു കിട്ടും. ഒത്തിരിയേറെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാനാകും. പുതിയ മനുഷ്യരായി നമ്മളൊക്കെ രൂപാന്തരപ്പെടും. അതുകൊണ്ട് തുടർന്നുള്ള സമയം എങ്ങനെയാണ് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാൻ പറ്റുക, അതിനെക്കുറിച്ച് നാം പഠിക്കണം, നാം അറിയണം. നമ്മളെല്ലാവരും കുമ്പസാരിച്ച് പരിചയമുള്ളവരാ. അറിയാവുന്ന ഒരു കാര്യം തന്നെ കുറച്ചുകൂടി നന്നായിട്ട് കാര്യക്ഷമമായി എങ്ങനെ ചെയ്യാനാകും എന്നുള്ളതാണ്. നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ 5 എന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒന്നാമതായി, പാപങ്ങൾ ക്രമമായി ഓർക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുക. മൂന്നാമത്തെ കാര്യം, മേലിൽ പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനമെടുക്കുക. നാലാമത്തെ കാര്യം, ചെയ്തു പോയ മാരക പാപങ്ങൾ വൈദികനെ അറിയിക്കുക. അഞ്ചാമത്തെ കാര്യം,
വൈദികം കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക. 5 കാര്യങ്ങൾ നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം, പാപത്തെക്കുറിച്ച് ക്രമമായി ഓർക്കുക, അല്ലെങ്കിൽ ആത്മപരിശോധന നടത്തുക എന്നുള്ളത്. കുമ്പസാരക്കൂട്ടിൽ അച്ഛനിരിപ്പുണ്ട്, അവിടെ ചെന്ന് എന്തെങ്കിലും പോയി പറയുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിക്കണം. എന്റെ ജീവിതത്തിലെ വീഴ്ചകള്, എന്റെ ജീവിതത്തിന്റെ പോരായ്മകള് ഏതെല്ലാം വിധത്തിലാണ്? ദൈവത്തോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം, പങ്കാളിയോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, മറ്റു മനുഷ്യരോടുള്ള ബന്ധം, എന്റെ തന്നെ ഹൃദയത്തിന്റെ അവസ്ഥകള്, ഇത് മുഴുവനും ഞാൻ പരിശോധിക്കണം. ദൈവ പ്രമാണങ്ങളുടെ വെളിച്ചത്തില്, അവിടുത്തെ വചനത്തിന്റെ വെളിച്ചത്തില്. ചിലരുടെയെങ്കിലും മനസ്സുകളിൽ, ഹൃദയത്തിൽ വലിയ ദുഃഖങ്ങൾ, വലിയ ഭാരങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കുമ്പസാരത്തിലും ഈ ഒരു കാര്യം ഇന്നുവരെ ഏറ്റുപറഞ്ഞിട്ടുണ്ടാവില്ല. ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ ഭാരവും ചുമന്നുകൊണ്ടാണ് നമ്മുടെ നടപ്പ്. ഓർക്കുക, യേശു ക്രിസ്തു അവനൊരു ചുമട്ടുകാരനാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ, നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ യേശു ഈ ലോകത്തിൽ വന്നത്. ഈ ഭാരങ്ങളും ഈ പാപങ്ങളും യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കൈവീശി നമുക്ക് പോകാനുള്ള വലിയൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ടായെന്ന് ഓർക്കണം. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഇവിടെ ധ്യാനത്തിന് വന്ന ഒരു സ്ത്രീ, ഒരു അമ്മയാണ്. 50 വയസ്സോളം പ്രായമുണ്ട് ഈ അമ്മയ്ക്ക്. ഈ അമ്മ ധ്യാനം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛാ, ധ്യാനമൊക്കെ നന്നായിരുന്നു, ഒത്തിരി സന്തോഷമായി. എന്നിട്ട് അവരവരുടെ കഥ പറഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞ് 30 വർഷങ്ങളായെങ്കിലും ഇന്നുവരെ എൻ്റെ ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല. ആ സ്ത്രീ പറഞ്ഞ കാരണം ഇതാണ്. ചെറുപ്രായത്തില് 5ലോ 6ലോ പഠിക്കുമ്പോൾ, വെറും 10 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു അന്യപുരുഷൻ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തി. എട്ടും പൊട്ടും തിരിയാത്ത പ്രായമാണത്. തെറ്റാണെന്ന് പോലും അറിയില്ല. പക്ഷെ അല്പവും കൂടി പ്രായം ചെന്നപ്പോൾ മനസ്സിലായി, ഇതൊരു വലിയ തെറ്റാണ്. എന്റെ ജീവിതത്തിന്റെ പരിശുദ്ധി എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ കുമ്പസാരത്തിൽ പറയാൻ ഒരു ഭയമുണ്ട്, നാണമുണ്ട്. ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് കുമ്പസാരത്തിൽ പറഞ്ഞില്ല. വീണ്ടും വിവാഹപ്രായമായി വിവാഹ കുമ്പസാരം നടത്തി, പലതും പറഞ്ഞു, ഈ ഒരു കാര്യം മാത്രം പങ്കുവെച്ചില്ല. വിവാഹം കഴിഞ്ഞു, ഭർത്താവ് ഒന്നിച്ച് ജീവിതം ആരംഭിച്ചു. ഈ സ്ത്രീയുടെ ചിന്ത എന്താണെന്നറിയാവോ? നല്ലവനായ ഈ മനുഷ്യനോടൊപ്പം ജീവിക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ ചീത്തയാണ്, ഞാൻ തെറ്റുകാരിയാണ്. പക്ഷെ വിവാഹം കഴിച്ചു പോയി ദാമ്പത്യ ജീവിതം ജീവിക്കാതിരിക്കാനാവില്ല. അങ്ങനെ കൊണ്ട് ജീവിച്ചു. ആ ജീവിതത്തിൽ 3 മക്കളും ഉണ്ടായി. പക്ഷേ കുറ്റബോധം വീണ്ടും നിലനിൽക്കുകയാണ്. ഈ മക്കളുടെ ചിലരുടെ വിവാഹം വരെ കഴിഞ്ഞു, എന്നാലും ഈ സ്ത്രീയുടെ കുറ്റബോധം നിലനിൽക്കുന്നു. ഇവിടെ വന്ന് ധ്യാനത്തില്, കൗൺസിലിങ്ങില് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു. ഭയങ്കര സന്തോഷമായി. ആ അമ്മ പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ 2ാം മധുവിധു ആഘോഷിക്കാനാ പോണത്. ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ചോദിച്ചു, ഈ കാര്യം ഞാൻ എവിടെയെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ പങ്കുവെച്ചാൽ കുഴപ്പമുണ്ടോ? അവര് പറഞ്ഞു, ഒരു കുഴപ്പമില്ല അച്ഛാ. ഞാൻ കഴിഞ്ഞ 40 വർഷക്കാലം എന്ന് പറഞ്ഞാൽ 10ാം വയസ്സ് സംഭവിക്കുന്നു, 20ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 30 കൊല്ലം. അപ്പോൾ കഴിഞ്ഞ 40 വർഷക്കാലം ഞാൻ എന്തുമാത്രം സഹിച്ചുവെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആ സ്ത്രീയുടെ വാക്കുകളാണ്. അവര് അനുവദിച്ചത് കൊണ്ട് ഞാൻ ആ കാര്യം ഇവിടെ പങ്കുവെക്കുക. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇതുപോലുള്ള ഭാരങ്ങളുമായിട്ട്, ഇതിനോട് സമാനമായ ഭാരങ്ങളുമായിട്ട് ജീവിക്കുന്ന അനേകരുണ്ടെന്ന് ഓർക്കുക. ഇവിടെ ചുമട്ടുകാരൻ യേശുണ്ട്. അവിടുത്തെ മുൻപിൽ ഇറക്കി വെച്ചാൽ മാത്രം മതി. ഒരു കഥയാണോ സംഭവമാണോ എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഓർക്കുന്നു. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കൾ 2. അച്ഛന്റെ പേര് തങ്കപ്പൻ, അമ്മയുടെ പേര് തങ്കമ്മ. മക്കള്, മൂത്തയാള് താര, ഇളയത് തമ്പി. മൂത്തത് പെൺകുട്ടി, ഇളയത് ആൺകുട്ടി. വീട് ആലപ്പുഴ ഭാഗം. ജോലി താറാവ് നോട്ടം. ഒരു ദിവസം അച്ഛനും അമ്മയും വീട്ടിലില്ല. മക്കൾ 2 വീട്ടിലുള്ളൂ. തമ്പി ഒരു കാര്യം ചെയ്തു. താറാവും കുഞ്ഞുങ്ങളെടുത്ത് മുകളിലേക്ക് എറിയും, താഴേക്ക് ഒരുവ പിടിക്കും. അങ്ങനെ അവൻ കളിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞിനെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു, താഴേക്ക് വന്നു, പിടിക്കാൻ പറ്റിയില്ല. ഈ കുഞ്ഞൻ നിലത്തടിച്ചു വീണു, ഒന്ന് പിടച്ചു, തിരിഞ്ഞു കിടന്നു, അനക്കമില്ല, ചത്തുപോയി. അവനാകെ വെപ്രാളമായി, അവനാകെ ഭീതിയായി. എന്തു ചെയ്യും? അച്ഛനും അമ്മയും വന്ന് ഈ കാര്യം അറിഞ്ഞപ്പോൾ പുലിവാല, പറഞ്ഞിട്ട് കാര്യമില്ല. സാക്ഷിയായിട്ട് ഒറ്റയാളേ ഉള്ളൂ. ആര്? അവന്റെ സഹോദരി
താര. അവളോട് പറഞ്ഞത് ആരോടും മിണ്ടരുത്. അവള് പറഞ്ഞു ഞാൻ ആരോടും പറയില്ല. വൈകുന്നേരം അച്ഛനും അമ്മയും വന്നു. ഇവന്റെ ചങ്ക് കിടന്ന് പിടയ്ക്കുക, പഞ്ഞി വെച്ചാ കത്തും, ആ രീതിയിലാണ്. പക്ഷേ ആ ഒരു രാത്രി, ഉറങ്ങാത്ത രാത്രി, അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ കാളരാത്രി, ഉറങ്ങാത്ത രാത്രി. ഏതായാലും 3-4 ദിവസങ്ങൾ പോയി. പെങ്ങള് കുഴപ്പമുണ്ടാക്കിയില്ല, അവള് വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല. 500 താറാവുള്ളത് കൊണ്ട് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ ആരും അറിയാനും പോകുന്നില്ല. 3-4 ദിവസമായി എല്ലാം സാധാരണ നിലയെ. അങ്ങനെ ഇരിക്കുക 2 ആഴ്ച കഴിഞ്ഞു. അമ്മ വീട്ടിലെ പഞ്ചസാര തീർന്നു പോയി. അമ്മ താരയോട് പറഞ്ഞു, മൂത്ത കുട്ടി താരയായതുകൊണ്ട് അവളോടാണ് വീട്ടിലെ ജോലികൾ പറയുക. താരയോട് പറഞ്ഞു, മോളെ താരെ, കടയിൽ പോയി പഞ്ചസാര വാങ്ങിച്ചോണ്ട് പോവാ. ഇവള് ഓടി തമ്പിയുടെ അടുത്ത് വന്നു, തമ്പി പോയി പഞ്ചസാര മേടിച്ചോണ്ട് പോവാ. തമ്പി ടിവിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് യുദ്ധം കണ്ടുകൊണ്ടിരിക്കുക. 6 എന്നൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവള് ഈ പഞ്ചസാര കാര്യം പറഞ്ഞുകൊണ്ട് വരിക. അവൻ പറഞ്ഞു എനിക്കിപ്പോ നേരില്ല. ഉടനെ താര പറഞ്ഞു, തമ്പി താറാവ്. ഉടനെ ഇവൻ ടി വി ഓഫ് ചെയ്തു. അവൻ ഓടി, അവൻ പോയി പഞ്ചസാര മേടിച്ചോണ്ട് വന്നു. വീണ്ടും 2 ദിവസം കഴിഞ്ഞു. വീട്ടിലെ ടാങ്കിൽ വെള്ളമില്ല, കറണ്ടില്ല, മോട്ടർ അടിക്കാൻ പറ്റിയില്ല, വെള്ളമില്ല. അമ്മ താരയോട് പറഞ്ഞു, മോളെ താരെ, കിണറ്റിങ്കരെ പോയി വെള്ളം കോരിക്കൊണ്ടുപോവാ. ഉടനെ അവൾ തമ്പിയുടെ അടുത്തോട്ട് വന്നു, തമ്പി പോയി വെള്ളം കോരിക്കൊണ്ടുപോവാ. തമ്പി ആ സമയം ബാലരമ വായിച്ചുകൊണ്ടിരിക്കുക. കിട്ടൂസിന്റെ കഥ, കുട്ടൂസിന്റെ കഥ, മായാവിയുടെ കഥ, ഇങ്ങനെയുള്ള കഥകളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു എനിക്കിപ്പോ നേരെയില്ല. ഉടനെ അവൾ വീണ്ടും പറഞ്ഞു, തമ്പി താറാവ്. ഇവൻ വായന അവസാനിപ്പിച്ചു. അവൻ ഓടി, അവൻ പോയി വെള്ളം കോരിക്കൊണ്ടുവന്നു. അമ്മ എന്ത് ജോലി ഇവളോട് പറഞ്ഞാലും തമ്പിയോട് പറയും, പറ്റില്ലെന്ന് പറഞ്ഞാലോ താറാവുകാരി എടുത്തിടും. ഇവന് മനസ്സിലായി, പുന്നാരപ്പെങ്ങൾ നമ്മളെ കൊണ്ട് മുതലെടുക്കുക, ബ്ലാക്ക് മെയിലിംഗ്. ഇതുപോലെ വിട്ടാൽ ശരിയാവില്ല, അതവനറിയാം. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക? എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും ഇവന് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മയും താരയും കൂടി എങ്ങോട്ട് പോയി. വീട്ടിൽ അവശേഷിക്കുന്നത് ആരാ? അച്ഛനും മോനും. ഇവൻ അച്ഛന്റെ അടുത്ത് പറ്റിച്ചേർന്ന് നിന്നു. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താട്ടാ നിനക്ക് ചോദിക്കാനുള്ളേ? അല്ല, അച്ഛനെ തമ്പിയോടാണോ താറാവിനോടാണോ കൂടുതൽ ഇഷ്ടം? നീ എന്താടാ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? എനിക്ക് എന്റെ മക്കളോടല്ലേ ഇഷ്ടവും സ്നേഹമൊക്കെ, നിനക്കെന്താ പറ്റി? നീ എന്തിങ്ങനെ? അല്ല, ഒന്നും പറ്റിയൊന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. കുറെ നേരം കഴിഞ്ഞു. വീണ്ടും അവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഒരു താറാവ് ചത്തുപോയാലോ? ചത്തുപോയാൽ എന്താടാ? നല്ലതാണെങ്കിൽ കറി വെച്ച് കൂട്ടണം, അതല്ലെങ്കിൽ അതിനെ കൊണ്ടുപോയി കുഴിച്ചിടണം. നിനക്കെന്താ പറ്റി? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അവൻ പറഞ്ഞു, അച്ഛാ, 1 മാസം മുമ്പായിരുന്നു അച്ഛനമ്മയുടെ ഉണ്ടായില്ല. ഞാൻ താറാവും കുഞ്ഞുങ്ങളെ വെറുതെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിച്ച് കളിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിനെ പിടിക്കാൻ പറ്റിയില്ല, അത് നിലത്ത് വീണു. എന്നിട്ടോ ചത്തുപോയി. നീ എന്താ ചെയ്തേ? കുഴിച്ചിട്ടു. നീ എന്തേ പറയാതിരുന്നേ? പേടിയാറുന്നു, അതുകൊണ്ടാ പറയാതിരുന്നേ. പൊന്നുമോനെ, ഈ താറാവ് കുഞ്ഞുങ്ങൾക്ക് നിനക്കുള്ളതല്ലേ. നീ ഇതിനെ കൊല്ലുകയോ തിന്നുകയോ എന്ത് ചെയ്താൽ അച്ഛനെന്താ? പിന്നെ നാം വളർത്തുന്നതായതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെ അപകടം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അവനിനെ സൂക്ഷിച്ചാൽ മതി, സാരമില്ല, വന്നത് പോകട്ടെ, നീ പേടിക്കൊന്നും വേണ്ട. അവൻ അവനെ ആശ്വസിപ്പിച്ചു. പ്രോബ്ലം സോൾവ്. അവന് സന്തോഷമായി. ഇത് അമ്മയും താരയും വൈകുന്നേരത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈ വിവരം അവരറിയുന്നില്ല. പതിവ് പോലെ അമ്മ താരയോട് എന്തോ ജോലി പറഞ്ഞു. താര പതിവ് പോലെ തമ്പിയോട് പറഞ്ഞു, തമ്പി അത് പോയി ചെയ്യാൻ പറഞ്ഞു. തമ്പി പറഞ്ഞു മനസ്സില്ലെന്ന് പറഞ്ഞു. ഉടനെ ഇവള് പഴയ പല്ലവി, ഏത്? തമ്പി താറാവ്. ഇവൻ പറഞ്ഞു, കൊണ്ടുപോയി അങ്ങോട്ട് കൊളുത്താൻ പറഞ്ഞു. കൊണ്ടുപോയി അങ്ങ് കൊളുത്ത്. നോക്ക്, എന്തുമാത്രം വലിയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു അനുഭവമാണ് ആ പയ്യന് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ഉള്ളിലെ ഭാരങ്ങള്, നമ്മുടെ ഭീതികള്, നമ്മെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങള്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ തടസ്സമായുള്ള മുഴുവൻ കാര്യങ്ങളും ഇതാ എടുത്തു മാറ്റപ്പെടുകയാണ്. നമ്മൾ പുതിയ വ്യക്തിയായിട്ട് മാറും. നമ്മൾ ഒത്തിരി ഭാരങ്ങൾ കുറഞ്ഞു കിട്ടും. ഒരുപക്ഷെ ചിലരൊക്കെ കൗൺസിലിങ്ങിന് വന്നാല് കല്യാണം കഴിഞ്ഞ് 25 കൊല്ലമായി ഇവരുടെ കൗൺസിലിംഗ് തീരണമെങ്കിൽ 25 കൊല്ലം കഴിയണം. കാരണം എന്താ? അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും തീരത്തില്ല. നമ്മുടെ ഭാരങ്ങളും മുഴുവനും തമ്പുരാന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തേ.
യേശുവേ, എൻ്റെ ഭാരങ്ങള് അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ വലിയൊരു മോചനത്തിന്റെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവർ, കുമ്പസാരം എന്ന ഈ കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കണം. തമ്പുരാന്റെ സന്നദ്ധിയിൽ അനുതാപത്തോടെ നമ്മുടെ ജീവിതങ്ങളെ തുറന്നു വെക്കണം. അതുപോലെ തന്നെ കുമ്പസാരിക്കുമ്പോൾ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ജീവിത അവസ്ഥ കൂടി നാം പങ്കുവെക്കണം. ജീവിത അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ കുമ്പസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയണം, ഞാനൊരു വൈദികനാണ്, 1 മാസമായി കുമ്പസാരിച്ചിട്ട് പ്രായശ്ചിത്തം ചെയ്തു, പിന്നെ എൻ്റെ പാവപ്രവൃത്തികളെല്ലാം ഞാൻ പറയുന്നു. അപ്പോൾ കാരണം ഞാൻ വൈദികനാണ് എന്നുള്ള കാര്യം ഞാൻ വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഞാനൊരു ചീത്തയായ വാക്ക് പറഞ്ഞു, അതേ വാക്ക് നിങ്ങളിൽ ഒരാളും പറഞ്ഞു. നാം ഇരുകൂട്ടരും പറഞ്ഞത് ഒരേ വാക്കാണ്. പക്ഷെ എൻ്റെ വാക്കിന് തമ്പുരാന്റെ മുൻപിൽ ഗൗരവം കൂടുതലുണ്ട്. കാരണം എന്താ? ഞാനൊരു പുരോഹിതനാ. കർത്താവ് തന്റെ പൗരോഹിത്യം നൽകി എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തമ്പുരാന്റെ മുൻപിൽ എനിക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട്, നിങ്ങൾക്ക് അത്രയില്ല. അതുകൊണ്ട് ജീവിതാവസ്ഥ, അപ്പൊ നിങ്ങൾ കുമ്പസാരിക്കും, നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്, അല്ലെങ്കിൽ ഞാൻ വിവാഹിതയാണ്, 2 മക്കളുണ്ട്, ഒരു അധ്യാപികയായി ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വീട്ടമ്മയാണ്, ഭർത്താവും ഒരു കൊച്ചുമുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ്, 4 മക്കളുണ്ട്, മക്കള് പുറത്ത് ജോലി ചെയ്യുന്നു, ഞാൻ ഭർത്താവ് മാത്രമേ വീട്ടിലുള്ളൂ. നിങ്ങൾ ആരും നിങ്ങളുടെ പേര് പറയണ്ട, വീട്ടുപേര് പറയണ്ട, നിങ്ങൾ ഇടവക പറയണ്ട, ഇതൊന്നും അറിയാൻ കുമ്പസാരിപ്പിക്കുന്ന ഒരു വൈദികനും ആഗ്രഹമില്ല. പക്ഷെ നിങ്ങളുടെ ആ ജീവിത അവസ്ഥ അത് എന്താണ് എന്ന് വെളിപ്പെടുത്തിയാൽ ആ ജീവിത അവസ്ഥയ്ക്ക് ചേർന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ കുമ്പസാരിപ്പിക്കുന്ന വൈദികന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നു, മനസ്സിലാകുന്നുണ്ടോ? ആ രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ തുറന്നു വെക്കുക ചെയ്യുക. ഇനി മറ്റൊരു കാര്യം കൂടി ഓർക്കുക, അറിയുന്ന അച്ഛൻ്റെ അടുത്ത് എങ്ങനെ കുമ്പസാരിക്കും? പലരുടെ ഒരു സംശയം. ഓർക്കണം, മാനുഷികമായ രീതിയിൽ കുമ്പസാരം എന്ന ഈ കൂദാശയെ സമീപിച്ചാൽ ഇതുപോലുള്ള പല സംശയങ്ങളും ഉണ്ടാകും. അതേസമയം ദൈവികമായ രീതിയിൽ ഈ കൂദാശയെ സമീപിക്കുമ്പോഴോ നമ്മുടെ സംശയങ്ങളെല്ലാം അസ്ഥാനത്താകും. വാസ്തവത്തിൽ കുമ്പസാരം എന്ന കൂദാശയെ നമ്മൾ പങ്കുവെക്കേണ്ടത് നമ്മുടെ കുറെ പാപങ്ങളുടെ ഒരു കണക്ക് മാത്രമല്ല. ചിലർക്കൊരു ചിന്തയുണ്ട്, ലോകത്താകപ്പാട് 2 പാപങ്ങളേ ഉള്ളൂ, വ്യഭിചാരവും കൊലപാതകവും. ഇത് 2 ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എനിക്കെന്ത് പാപമുള്ളത്? ഓർക്കുക, കുമ്പസാരം എന്ന കൂദാശയിൽ നാം ചെയ്യേണ്ടത് ആത്മാവിന്റെ അവസ്ഥ, നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് കുമ്പസാരത്തിൽ നടക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ കുമ്പസാരം ഒത്തിരി ഫലങ്ങളുണ്ട്. നമ്മുടെ പാപമോചനം കിട്ടുന്നു, 1ാമത്തെ ഫലം. ദൈവത്തോട് നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു, 2ാമത്തെ ഫലം. മനസ്സിൽ ഭാരങ്ങൾ മുഴുവൻ നീങ്ങിക്കിട്ടും, അടുത്ത ഫലം. വീണ്ടും മനസ്സിൽ ഒത്തിരി സന്തോഷവും സമാധാനവും നിറയും. നന്മ ചെയ്യാനുള്ള പ്രസാദവരം നമുക്ക് ലഭിക്കും. നന്മ ചെയ്യാനുള്ള പ്രസാദവരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ വീട്ടിൽ അമ്മ ഇങ്ങനെ തളർന്നു കിടക്കുക, എന്നാ ചെയ്തു കൊടുത്താലും പരാതി മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു മടുപ്പ് തന്നെ തോന്നി. അമ്മ പറയും, മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. നമ്മളൊരു പക്ഷേ സ്നേഹത്തോടെ ചെയ്യാം, അമ്മയോടെ കിടക്കട്ടെ, അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? എന്ത് ചെയ്താലും അമ്മയ്ക്ക് പരാതി മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ ഈ ഒരു അവസ്ഥ തമ്പുരാന്റെ സന്നിധിയിൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞാലോ, ഇതാ 2 ആഴ്ച കൂടി കൂടുതൽ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കും. നന്മ ചെയ്യാനുള്ള പ്രസാദവരം, അതുപോലെ തിന്മകളെ ജയിക്കാനുള്ള പ്രസാദവരം. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നമ്മൾ കുറ്റം പറയുന്ന സ്വഭാവമുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥ ഏറ്റുപറയുമ്പോഴോ, ഒന്ന് കുമ്പസാരിച്ചു, 2 ആഴ്ച കുഴപ്പമില്ല, വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ തമ്പുരാന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞാൽ 2 ആഴ്ച കൂടി പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ പാപങ്ങളെ നന്മ ചെയ്യാനുള്ള പ്രസാദവരം, തിന്മകളെ ജയിക്കാനുള്ള പ്രസാദവരം, ഇതെല്ലാം കുമ്പസാരത്തിന്റെ ഫലമാണെന്ന് ഓർക്കുക. ആത്മാവിന്റെ അവസ്ഥ, ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പങ്കാളിയോട്, മക്കളോട് പങ്കുവെക്കാനില്ലേ? പലതും പങ്കുവെക്കാനുണ്ട്. ഇന്നിവിടെ അഭേദ്യ പിതാവ് എന്ന കാര്യം പറയാനുണ്ട്, ഇല്ല, പലതും പറയാനുണ്ട്. പിതാവ് ഞങ്ങളെ സന്ദർശിക്കാൻ വന്നു, ഞങ്ങൾ സന്ദേശം തന്നു, ഇതൊക്കെ പറയാനുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ ഒരു ദിവസത്തെ, 2 ദിവസത്തെ, ഒരാഴ്ചത്തെ എന്റെ ആത്മാവിന്റെ വിശേഷങ്ങളാണ് ഞാൻ എൻ്റെ കർത്താവ്
അവനോട് കുമ്പസാരം എന്ന് കുദാശയെ പറയുക. നിങ്ങൾക്കറിയാമല്ലോ, അൽഫോൻസാമ മരിച്ചപ്പോൾ അന്ന് ശവടക്കന് പ്രസംഗം പറഞ്ഞ വൈദികനാരാ? റോമുളൂസ് അച്ഛനാ പ്രസംഗം പറഞ്ഞത്. അച്ഛൻ അവിടെ വെച്ച് പറഞ്ഞു 1946 ഈ ശവടക്കന് അധികം ആളുകളൊന്നും ഉണ്ടായില്ല, ഏകദേശം 50ഓളം പേരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അച്ഛൻ പറഞ്ഞു, നാം ഒരു വിശുദ്ധിയുടെ ശവസംസ്കാരത്തിലാണ് പങ്കെടുക്കുക. ഈ ശവമഞ്ചത്തിൽ കിടക്കുന്ന കന്യക ഒരു വിശുദ്ധയാണ്. 2000 വർഷങ്ങൾക്കുള്ളിൽ ഭാരതസഭ ഇതുപോലൊരു സ്ത്രീ രക്തത്തിന് ജന്മം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഭരണങ്ങാനം ഗ്രാമം ഭാരതത്തിലെ ലിസ്യു ആയി മാറും. ലിസ്യു എന്ന് പറഞ്ഞ എവിടെയുള്ള സ്ഥലം? ഫ്രാൻസിൽ, കൊച്ചി ത്രേസ്യയുടെ സ്ഥലമാണ്. ഭരണങ്ങാനം ഗ്രാമം ഭാരതത്തിലെ ലിസ്യു ആയി മാറും. ലക്ഷക്കണക്കിന് ആളുകള്, ആയിരക്കണക്കിന് വൈദികര്, മെത്രാന്മാര്, കർദിനാളന്മാര് ഈ നാട്ടിലേക്ക് പ്രവഹിക്കും. അക്ഷരം പ്രതി നിറവേറിയോ? എന്തുകൊണ്ടാണ് ഈ വൈദികൻ ഇതുപോലെ പറയാൻ സാധിച്ചത്? കാരണം എന്താ? ഈ അച്ഛനായിരുന്നു അൽഫോൻസാമയുടെ കുമ്പസാരക്കാരൻ. അതുകൊണ്ട് തന്നെ ഈ അൽഫോൻസാമയുടെ ആത്മാവിന്റെ അവസ്ഥ എന്താണെന്ന് ഈ വൈദികന് കൃത്യമായിട്ട് അറിയാം. അൽഫോൻസാമ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന നാളുകളിൽ അന്നത്തെ പത്രങ്ങളിലൊക്കെ ഈ പ്രസംഗം അച്ചടിച്ചു വന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചവരുണ്ടോ? അത് കൈ ഓർത്താ വായിച്ചവര്? കൂടുതൽ പേരും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അൽഫോൻസാമ എന്തായിരിക്കും കുമ്പസാരിച്ചത്? വലിയ പാപങ്ങളും എല്ലാം കാണുമോ? ഒന്നും കാണില്ല. പിന്നെ എന്തായിരിക്കും കുമ്പസാരിച്ചത്? ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണും, അച്ഛാ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന എന്റെ ചിന്ത. ആത്മാവിന്റെ അവസ്ഥ അതേപടി പങ്കുവെക്കുകയാണ്. ഇത് കുമ്പസാരം. അങ്ങനെ കുമ്പസാരിച്ചു കഴിയുമ്പോഴോ തന്റെ കഠിനമായ വേദനകളെല്ലാം കുറച്ചുകൂടി സന്തോഷത്തോടെ ഏറ്റെടുക്കാനുള്ള വലിയൊരു ദൈവകൃപ, ദൈവശക്തി ഈ അമ്മയ്ക്ക് ലഭിക്കുകയേ ചെയ്യണേ. കുമ്പസാരം കൊണ്ട് ഇതുപോലുള്ള ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് അറിയുന്ന അച്ഛൻ്റെ അടുത്ത് എങ്ങനെ കുമ്പസാരിക്കും? വാസ്തവത്തിൽ അറിയുന്ന അച്ഛൻ്റെ അടുത്താ കുമ്പസാരിക്കേണ്ടത്. നിങ്ങൾ ഡോക്ടർമാരെ കാണാൻ പോകാറില്ലേ? ഓരോ ദിവസവും പുതിയ പുതിയ ഡോക്ടർമാരെയാണോ കാണുന്നത്? അല്ലല്ലോ. സാധാരണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കാണും, ആ വ്യക്തിയെ കാണുക. കാരണം എന്താ? ഈ ഡോക്ടർ നമ്മുടെ ശരീരത്തിന്റെ രോഗാവസ്ഥ, ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ ഡോക്ടർക്ക് അറിയാം. പുതിയൊരാളെ കാണാൻ പോയാലോ ആദ്യം മുതലേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അറിയുന്ന ഡോക്ടറെ അടുത്താ പോകേണ്ടത്. അങ്ങനെയെങ്കിൽ ഇടവകയിലെ വികാരിയച്ഛൻ ഇടവകയുടെ ആത്മീയ പിതാവാണ്. ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഇടവകയുടെ വികാരി എന്നുള്ളത്. എന്നെ അറിയുന്ന ഒരു അച്ഛന് എന്നെ ഗൈഡ് ചെയ്യാൻ, നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ സെമിനാരിയിലൊക്കെ വെച്ച് ഞങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഫാദറായിട്ട് ഒരാളുണ്ട്. സാധാരണഗതിയിൽ ഈ അച്ഛൻ്റെ അടുത്തേ ഞങ്ങൾക്ക് കുമ്പസാരിക്കാറുള്ളൂ. ഇടവകയിലെ വൈദികൻ ആത്മീയ പിതാവാണ്. നമുക്കറിയാം, ഒരു വൈദികനും ജീവൻ പോയാലും കുമ്പസാര രഹസ്യം പുറത്തു പറയില്ല, വെളിപ്പെടുത്തില്ല. ബെനഡിക്റ്റ് അച്ഛന്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കൊന്നയാൾ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചതാണെന്നാ പറയപ്പെടുക. പക്ഷേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴും രോമം കത്രിക്കുന്ന ചെമ്മരിയാടിനെ പോലെ നിശബ്ദനായി നിൽക്കാനേ വൈദികന് സാധിച്ചുള്ളൂ. കുമ്പസാര രഹസ്യം പുറത്തു പറയാനാവില്ല. പിന്നീട് നമുക്കറിയാം, അച്ഛനാണ് കൊലയാളി എന്ന് പറഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് ഉയർന്ന കോടതിയിൽ പോയി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ലോകം മുഴുവൻ കരുതി ഈ അച്ഛനാണ് കൊലയാളി എന്ന്. അടുത്ത കാലത്തിലെ 2001 കൊന്നയാളുടെ ബന്ധുക്കളൊക്കെ അച്ഛൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞത് അച്ഛൻ നിരപരാധിയാണെന്ന്. ഈ സത്യം ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തപ്പെട്ടതിന് ശേഷം 6 മാസങ്ങളോ അച്ഛൻ ജീവിച്ചുള്ളൂ. അച്ഛൻ അതിനുശേഷം മരിച്ചുപോയി. ഒരു പക്ഷേ ഈ സത്യം ലോകമറിയാൻ ദൈവം ഈ വൈദികന് ആയുസ് നീട്ടിക്കൊടുത്തതാകും. പ്രിയപ്പെട്ടവർ ഓർക്കുക, ഒരു വൈദികനും കുമ്പസാര രഹസ്യം പുറത്തു പറയില്ല, ജീവൻ പോയാലും. ഒരു വൈദികൻ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയ അത് റിസർവ്ഡ് സിൻ ടു ദ ഹോളി സീ എന്ന് പറഞ്ഞ പരിശുദ്ധ പിതാവിന് മാത്രമേ മോചനം കൊടുക്കാൻ അനുവാദമുള്ളൂ. അതിനാൽ തന്നെ പൗരോഹിത്യത്തിൽ നിന്ന് പോലും ആ വൈദികൻ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത്. അത്രമാത്രം ഗൗരവത്തോടെയാണ് സഭ ഇത് കാണുന്നത്. സഭയുടെ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ ഒരു വൈദികനും കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയതായിട്ട് കേട്ടിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ സ്തുതി. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്,
ചിലപ്പോൾ നമ്മൾ ഓർക്കും, ഈ അച്ഛൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കൂ, ഞാൻ മാതൃദീപ്തി പ്രസിഡന്റ് അല്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ ഓർത്തിരുന്ന് ആ രീതി എന്നോട് പെരുമാറുവോ? പ്രിയപ്പെട്ടവരെ ഓർക്കുക, വചനം പറയുന്നു, പൂർവ്വ കാര്യങ്ങൾ ഞാൻ അനുസ്മരിക്കില്ല, അവയൊന്നും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരില്ല. അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സാധാരണഗതിയിൽ വൈദികന് കൂടുതൽ മതിപ്പ് മാത്രം ഉണ്ടാവുകയുള്ളൂ. ആ വ്യക്തിയോട് തമ്പുരാന്റെ മുൻപിൽ നന്ദി പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി ചിലപ്പോൾ നമുക്കൊരു സംശയമാണ്, ഞാൻ കുമ്പസാരിച്ചാലും ദൈവം എൻ്റെ പാപങ്ങൾ ഓർത്തിരുന്ന് ദൈവം എന്നോട് പ്രതികാരം ചെയ്യോ? അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള ആളുകളൊക്കെ ഉണ്ട്. ഒരിക്കൽ ഒരു സ്ത്രീക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടെന്നാ പറയണേ. നിങ്ങളെ പോലെ ഒരു അമ്മയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. നാട്ടുകാർക്ക് മുഴുവൻ വിശ്വാസമാണ് ഈശോയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന്. സ്ഥലം വികാരിച്ച മാത്രം വിശ്വസിക്കില്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് തെളിവ് വേണം. ആ സ്ത്രീ ചോദിച്ചു, അച്ഛൻ എന്ത് തെളിവാ വേണ്ടത്? അച്ഛൻ പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ കുമ്പസാരത്തിലെ പാപങ്ങളെല്ലാം എന്താണ് എന്ന് ഈശോയോട് ചോദിക്കണം. ഈശോ നിനക്കിത് വെളിപ്പെടുത്തി നീ അത് എന്നോട് ഒന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, ഈശോ തന്നെയാണ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന്. രണ്ടാമത് ഈ സ്ത്രീക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. അവൾ ഈശോയോട് പറഞ്ഞു, പൊന്നീശോയെ, നാട്ടുകാർക്ക് മുഴുവൻ വിശ്വാസമാണ് ഈശോ തന്നെയാണ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന്. പക്ഷേ സ്ഥലം വികാരിച്ചതിന് മാത്രം വിശ്വാസമില്ല. അച്ഛന് വിശ്വസിക്കണമെങ്കിൽ ഇതുപോലൊരു തെളിവ് വേണം. അച്ഛൻ്റെ കഴിഞ്ഞ കുമ്പസാരത്തിലെ പാപങ്ങൾക്ക് ഈശോയെ എനിക്ക് വെളിപ്പെടുത്തി തന്ന് ഞാനത് അച്ഛനോട് എന്ന് പറഞ്ഞാലേ അച്ഛൻ വിശ്വസിക്കൂ. ഉടനെ ഈശോ ഈ സ്ത്രീയോട് പറഞ്ഞെന്നാ പറയുക, അവളെ നീ ഒരു കാര്യം ചെയ്യുക, നീ പോയി നിന്റെ വികാരിച്ചനോട് പറയുക, അച്ഛൻ്റെ കഴിഞ്ഞ കുമ്പസാരത്തിലെ പാപങ്ങൾ മുഴുവൻ ഞാൻ മറന്നുപോയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ലത്തീൻ ഭാഷയിലേക്ക് ബൈബിളൊക്കെ തർജ്ജമ ചെയ്ത മഹാപണ്ഡിതനാണ് ഈ ജെറോം എന്ന് പറയും. വിശുദ്ധനായൊരു മനുഷ്യനാണ്. ഒരിക്കൽ യേശുവിന്റെ ദർശനം ഉണ്ടായെന്നാ പറയുക ജെറോമിന്. ഈശോ ജെറോമിനോട് ചോദിച്ചു, നീ എനിക്ക് എന്താ തരുന്നത്? ജെറോം പറഞ്ഞു, കർത്താവേ, എന്റെ കഴിവുകൾ മുഴുവൻ നിനക്ക് തന്നേക്കാം. ഈശോ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട. വീണ്ടും ചോദിച്ചു, പിന്നെന്താ വേണ്ടത്? അപ്പോൾ വീണ്ടും ഈശോ പറഞ്ഞു, എനിക്കത് വേണ്ട. ജെറോം പറഞ്ഞു, എന്നാ എന്റെ ബുദ്ധിശക്തി മുഴുവനും നിനക്ക് തന്നേക്കാം. ഈശോ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട. ഇങ്ങനെ ജെറോം തന്റെ നേട്ടങ്ങൾ ഒന്നൊന്നായിട്ട് കർത്താവ് ഞാൻ തരാമെന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട. അവസാനം ജെറോം ചോദിച്ചു, പിന്നെ കർത്താവ് നിനക്ക് എന്താ വേണ്ടത്? ഉടനെ ഈശോ പറഞ്ഞു, എനിക്ക് വേണ്ടത് നിന്റെ പാപങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടത് നിന്റെ പാപങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങള്, നമ്മുടെ തകർച്ച, നമ്മുടെ നിരാശ, നമ്മുടെ ദുഃഖങ്ങള്, ഇതെല്ലാം തമ്പുരാന്റെ മുൻപിലേക്ക് ഒന്ന് സമർപ്പിച്ച് വചനം നമ്മോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാവോ? എന്റെ അവസ്ഥ ഞാൻ ദൈവത്തോട് തുറന്നു പറഞ്ഞു, അവിടുന്ന് എനിക്ക് ഉത്തരമരളി. എന്റെ അവസ്ഥ ഞാൻ ദൈവത്തോട് തുറന്നു പറഞ്ഞു. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്റെ അവസ്ഥ ഞാൻ ദൈവത്തോട് തുറന്നു പറഞ്ഞു, അവിടുന്ന് എനിക്ക് ഉത്തരമേകി. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ദൈവത്തിന്റെ സന്നിധിയിൽ തുറന്ന് പങ്കുവെക്കുമ്പോൾ ദൈവം നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. സങ്കീർത്തനം 119:26 എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങനെക്ക് ഉത്തരമരളി. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥ തമ്പുരാന്റെ മുൻപിൽ ഒന്ന് തുറന്ന് പങ്കുവെക്കുക എന്നുള്ളതാ. കായേൻ ദൈവത്തോട് പറഞ്ഞില്ലേ, ദൈവമേ, ഞാൻ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി ആളുകളെല്ലാം എന്നെ തല്ലിക്കൊല്ലും, എനിക്കെതിരെ ദൈവമേ ഈ പ്രപഞ്ചം മുഴുവൻ എനിക്കെതിരെ തിരിയും. ദൈവം കായേനോട് പറഞ്ഞു, ആരും നിന്റെ ജീവന്റെ മേൽ കൈവയ്ക്കില്ല. തന്റെ അവസ്ഥ മുഴുവൻ തുറന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം കായേന് തന്റെ വലതുകരം നീട്ടിക്കൊടുക്കുകയാണ്. ഹന്ന ഏൽക്കാന ദമ്പതികൾ മക്കളില്ല. ഹന്ന ദേവാലയത്തിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പ്രവാചകൻ ഏലീത് കണ്ടപ്പോൾ, പുരോഹിതൻ ഏലീത് കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? അവള് മദ്യം കഴിച്ച് ലഹരിയിലായിരിക്കും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഹന്ന ദൈവത്തോട് തുറന്നു പറയുക, തന്റെ അവസ്ഥ തുറന്നു പറഞ്ഞപ്പോഴോ ദൈവം ഉത്തരം കൊടുത്തില്ലേ, ഒരു മകനെ കൊടുത്തില്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? ഒരുപക്ഷെ തകർന്ന കുടുംബ ജീവിതത്തിന്റെ അവസ്ഥയാകാം,
ഒരുപക്ഷെ എന്റെ പങ്കാളിയുമായിട്ട് ഒന്നിച്ചൊക്കെ പോകുന്നുണ്ട് മറ്റുള്ളവരുടെ മുന്നില്, പക്ഷെ ഹൃദയം കൊണ്ട് പണ്ടേ ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്തവരാ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ കഴിയുന്നവരുണ്ട്. ഇന്നൊരു കുമ്പസാരത്തിൽ ഇതൊന്നും പങ്കുവെച്ചിട്ടില്ല. നിവൃത്തിയില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതുപോലെ അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഈ കല്യാണം കഴിഞ്ഞ 10-40 കൊല്ലമായി. ഇനി ഒരു ഡൈവോഴ്സ് എന്ന് പറഞ്ഞിട്ട് പോയ നാട്ടുകാർ വീട്ടുകാരെന്ന് വിചാരിക്കും ഇനി അവസാനം വരെ ഇങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ദൈവം എല്ലാം നിന്നെ പ്രതി എന്നൊക്കെ പറഞ്ഞ് ദുഃഖത്തിന്റെ പാനപാത്രവും കടിച്ചമർത്തിക്കൊണ്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. ഈ അവസ്ഥ തമ്പുരാന്റെ മുൻപിൽ ഒന്ന് തുറന്ന് പങ്കുവെക്കുമ്പോഴോ വലിയ മോചനത്തിന്റെ അനുഭവം കിട്ടും. ഇവിടെ പങ്കാളിയെ പോലും വിശുദ്ധീകരിക്കാൻ ദൈവം നിങ്ങളെ ഉപകരണങ്ങളാക്കും. നിങ്ങളുടെ കുടുംബം, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴോ ആ വിശുദ്ധി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപിക്കും. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശ യോഗ്യതയോടെ സ്വീകരിക്കാൻ നമുക്കാകണം, ശരിയായ രീതിയിൽ സ്വീകരിക്കാൻ നമുക്കാകണം. അപ്പോൾ ഇനി മുതല് നാളത്തെ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങണം. ഈശോയോട് പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ എനിക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം. ഇനി ഒരുപക്ഷെ ചിലരോർക്കും എന്നാൽ ഏതായാലും ധ്യാനമാണല്ലോ, ജനിച്ച നാള് മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ അന്നു മുതൽ ഇന്നു വരെയുള്ള മുഴുവൻ പാപങ്ങളും ഏറ്റുപറയുക. അങ്ങനെ ഏറ്റുപറയണമെന്നില്ല. കാരണം എന്താ, ഒരിക്കൽ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കുമ്പസാരത്തിലും അത് ഏറ്റുപറയേണ്ട ആവശ്യമില്ല. അതേസമയം ഞാൻ ചില കാര്യങ്ങൾ മറച്ചു വെച്ചാ കുമ്പസാരിച്ചതെങ്കിലോ, കള്ളക്കുമ്പസാരം നടത്തിയതെങ്കിലോ, കുമ്പസാരത്തിൽ പറഞ്ഞതിന് പോലും മോചനം കിട്ടിയിട്ടുണ്ടാവില്ല. ചില കാര്യങ്ങൾ വേണ്ട രീതി ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. വ്യഭിചാരം ചെയ്ത ഒരാൾ ചീത്തപ്രവൃത്തി ചെയ്തെന്നേ പറഞ്ഞിട്ടുള്ളെങ്കിലോ അത് ശരിയായ കുമ്പസാരമായി എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ആയിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറന്നു പങ്കുവെക്കണം. ഒരിക്കൽ യുവജനങ്ങളുടെ ഒരു ധ്യാനത്തിന് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഫ്രണ്ട് റോയിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ കുമ്പസാരിക്കാൻ എല്ലാ പാപവും ഞാൻ പറയില്ല, കുറച്ച് പാപമൊക്കെ പറയുള്ളൂ. അവസാനം ഒരു പാപം ഞാൻ പറയും. എന്താണെന്നറിയാവോ? കള്ളക്കുമ്പസാരം നടത്തി. ഈ കുമ്പസാരം ഉൾപ്പെടെ കർത്താവിനെ പോലും കുപ്പിയിൽ ഇറക്കാൻ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ഈശോയോട് പ്രാർത്ഥിക്കുക, എൻ്റെ ഈശോയെ എനിക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം. വലിയ ആഗ്രഹത്തോടു കൂടി ഈശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോ കൃപ നൽകും, പാപബോധം നൽകും. ഇന്ന് വലിയൊരു പ്രശ്നം പാപബോധം ഇല്ല എന്നുള്ളതാ. പലതും ചെയ്യുന്നു, പലതും കാട്ടിക്കൊള്ളുന്നു. ഇതൊന്നും തെറ്റൊന്നും അല്ല, എല്ലാവരും ചെയ്യണതല്ലേ, പിന്നെ എനിക്കും ചെയ്താൽ എന്താ? ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പാപബോധത്തിന്റെ ആ ഒരു അനുഭവം, അവര് ചെയ്യുന്നതല്ലേ, പിന്നെ എനിക്കും ചെയ്താൽ എന്താ? ഇങ്ങനെ ചിന്തിക്കുമ്പോഴോ നമ്മൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയെ ചെയ്യുന്നേ. അതുകൊണ്ട് തന്നെ ഈശോയോട് പ്രാർത്ഥിക്കണം, യേശുവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പാപബോധം നൽകണമേ, പശ്ചാത്താപം നൽകണമേ. എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ മുഴുവനും അങ്ങയുടെ തിരുമുൻപിലൊന്ന് ഏറ്റുപറയാൻ, എൻ്റെ ജീവിതത്തിന്റെ കഥ മുഴുവനും അങ്ങയോടൊന്ന് പങ്കുവയ്ക്കാൻ എൻ്റെ ഈശോയെ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഈ രീതി നമുക്ക് പ്രാർത്ഥിക്കണം. ഇപ്പോൾ മുതൽ തന്നെ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങണം. ഇനി കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, അവിടെയെല്ലാം പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതവുമായിട്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവിടെ ബന്ധമുണ്ടോ എന്ന് നോക്കണം. ആ ബന്ധങ്ങളുണ്ടെങ്കിലോ അതെല്ലാം കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട കാര്യങ്ങളായിട്ട് നമ്മൾ കരുതി നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക. ജീവിതത്തിൽ ഒരുപക്ഷെ ഇന്ന് വരെ നിങ്ങൾക്ക് ലഭിക്കാത്ത വലിയ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ പറ്റും. ഹൃദയത്തിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ഒത്തിരി ഫ്രീ ആകാൻ, ഭാരങ്ങളൊക്കെ ഒത്തിരി കുറയും. 75 കിലോ ഉണ്ടെങ്കിൽ 55 കിലോയായിട്ട് കുറയുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. നന്നായിട്ടൊന്ന്